വരുന്ന 15-ാം തീയതി വിഷു അല്ലേ. അപ്പൊ കൈനീട്ടം കൊടുക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കയ്യിൽ കൊടുക്കാതെ ദേ ഇതുപോലത്തെ കാർഡുകളൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആളിന് ഒത്തിരി ഇഷ്ടാവുകയും ചെയ്യും. നമുക്കും ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. ഒരു വെറൈറ്റി ഉണ്ടല്ലോ. അപ്പൊ ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേജുകളിൽ ഇതുപോലത്തെ കാർഡ് സെയിലിന് ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ പേജിലൊന്ന് ചെയ്തിട്ടുകൂടാ എന്നിങ്ങനെ വിചാരിച്ചു. അപ്പൊ മിക്കവാറും നിങ്ങൾ വിചാരിക്കുക എനിക്ക് വരയ്ക്കാൻ അറിയില്ലല്ലോ എന്നതായിരിക്കും മനസ്സിൽ ചിന്തിക്കുന്നത്. അപ്പൊ വരയ്ക്കാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. പിൻട്രസ്റ്റിൽ കയറി ഇഷ്ടമുള്ള കൃഷ്ണന്റെയോ രാധയുടെയോ വിഷുക്കണിയുടെയോ ഒക്കെ ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പേപ്പർ കോപ്പി വഴി നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ ഞാൻ ഒരു സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ആ ഒരു ലോങ് വീഡിയോന്റെ ലിങ്ക് ഈ ഒരു വീഡിയോന്റെ താഴെ കൊടുത്തിരിക്കുക. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ കാർഡ് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മൾ പേപ്പർ കോപ്പി എടുത്ത് കളർ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം ചാർട്ട് പേപ്പറിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 സൈഡിൽ മാത്രമായിട്ട് ഗ്ലൂ തേക്കുക. സെൻറ്റർ ഭാഗത്ത് തേക്കരുത്. എങ്കിൽ നമുക്കിങ്ങനെ കാശ് വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ സൈഡിൽ മാത്രമേ ഗ്ലൂ തേക്കാൻ പാടുള്ളൂ. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടീസൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്തായാലും വരുന്ന വിഷുക്കാലം എല്ലാവർക്കും ഒരു അടിപൊളി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണും വരേക്കും ബൈ.